നാവായിക്കുളം കല്ലമ്പലത്തിനടുത്തുള്ള നാവായിക്കുളമാണ് ഇവിടെ വനിതാ ജംഗ്ഷൻ, അതായത് ജ്വാല വനിതാ ജംഗ്ഷൻ 2005 നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭൂതപൂർവമായ സ്ത്രീജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മാഡം, ഈ ജ്വാല 2025 അല്ലെങ്കിൽ വനിതാ ജംഗ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നതാണ്? നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജ്വാല എന്ന ഈ വനിതാ ജംഗ്ഷൻ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജ്വാല എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷയും അവർക്ക് പൊതു ഇടങ്ങളിൽ ഒത്തുചേരാൻ ഒരു അവസരവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് ഈ പങ്കെടുക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിലുള്ള ആൾക്കാരാണോ? ടീച്ചർമാർ, SNVLPS സ്കൂളിൽ ഇടമണ്ണിലെ അധ്യാപകരാണ്. നിങ്ങൾ സ്റ്റാഫോട് തള്ളി പറയണ്ട. നിങ്ങളിത് സംഘഗാനം കഴിഞ്ഞു. പാടി പ്രൈസൊക്കെ ഉണ്ടോ മാഡം? സർട്ടിഫിക്കറ്റേ ഉള്ളൂ. ഇല്ല, ട്രോഫി ഇല്ല. പൂവാകത്തുമ്പി എന്നെ മറന്നോ എൻ്റെ ഓമന പെൺകിടവേ, നീ എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ. പ്രോഗ്രാം കോർഡിനേറ്റർ മിലി മോഹൻ മാഡം നമ്മുടെ പഞ്ചായത്ത്. മാഡം, എന്തൊക്കെയാണ് ഇവിടെ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്? നമ്മൾ ജ്വാല 2024-25 സാമ്പത്തിക വർഷത്തെ ജ്വാല എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വനിതാ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത്. അത് ഒരു പ്രോജക്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് വനിതാ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഈ പരിപാടിയുടെ ഓർഗനൈസിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ മുക്കാൽ ഭാഗവും ആ ഒരു പ്രോഗ്രാമിനാണ് ഫോക്കസ് വന്നിരിക്കുന്നത്, ആ പ്രോജക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ സാധാരണയായ സ്ത്രീകളെയും പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു വേദി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് കലാവാസനയുള്ള സ്ത്രീകളുണ്ടാവാം, അതെല്ലാം അവതരിപ്പിക്കാൻ ചിലപ്പോൾ വേദി കിട്ടാത്ത സ്ത്രീകളായിരിക്കാം. അപ്പം നമ്മൾ അവരെ വാർഡ് തല സംഘാടക സമിതി രൂപീകരിച്ച് നമ്മളെല്ലാം, അതായത് വാർഡിൽ 22 വാർഡിലും നമ്മൾ പോയി അവരെല്ലാം ക്ഷണിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ഏകദേശം 180ഓളം പ്രോഗ്രാം നമുക്ക് വന്നിട്ടുണ്ട്. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ, കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ, മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. പരിപാടി അനുസൃതം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ സദസ്സൊക്കെ വളരെ വളരെ സമ്പുഷ്ടമാണ്. പക്ഷേ മഴ പെയ്യുന്നുണ്ട്. മഴ എന്തുമാത്രം ഈ പരിപാടി തടസ്സപ്പെടുത്തുന്ന അറിയാൻ കഴിയുന്നില്ല. നമുക്ക് ക്യാമറ മടക്കി വയ്ക്കാനുള്ള സമയമായി, കാരണം മഴയാണ്, ക്യാമറ നനയാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസിലൂടെ ക്യാമറ അരുൺ സാഗറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.